തൃശൂരിലെ സ്വർണ്ണക്കവർച്ചാ കേസിൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിന്റെ ബന്ധം പോലീസ് പരിശോധിക്കുന്നു. തിരുവല്ല ടൗൺ വെസ്റ്റ് മേഖലാ കമ്മിറ്റി മുൻ അംഗം ഷാഹുൽ ഹമീദിന്റെ ബന്ധമാണ് പരിശോധിക്കുന്നത്. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ്, ഈ കേസിലെ മുഖ്യപ്രതി റോഷൻ വർഗീസ് ഉപയോഗിച്ചിരുന്ന കാർ ഇയാളുടേതാണ് എന്നുണ്ട്. പക്ഷേ പോലീസ് പറയുന്നു ഈ കാർ അല്ല ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെയും വീണ്ടും ഒരു അന്വേഷണം, എന്താണ് അത് വ്യക്തമാക്കുന്നത്? ക്രിസ്റ്റിന, കഴിഞ്ഞ ദിവസമാണ് ഈ കുതിരാന് സമീപത്ത് നിന്ന് സ്വർണ്ണ വ്യാപാരിയുടെ കയ്യിൽ നിന്ന് സ്വർണം കവർന്നുകൊണ്ടൊരു സംഘം പോയത്. അന്ന് 3 കാറുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിൽപ്പെട്ട മുഖ്യ ആസൂത്രകനായിട്ടുള്ള ആളാണ് ഈ റോഷൻ വർഗീസ്. റോഷൻ വർഗീസ് അടക്കം 5 പേരെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയം ഈ റോഷൻ വർഗീസ് അറസ്റ്റിലാകുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന പജീറോ കാർ അത് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ കാർ ഡിവൈഎഫ്ഐയുടെ മുൻ മേഖലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഷാഹുൽ ഹമീദിന്റേതാണെന്ന് പോലീസ് കണ്ടെത്തിയത്. എങ്ങനെയാണ് റോഷന് ഈ കാർ ലഭിച്ചത്? ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഇടപാടുകളോ സാമ്പത്തിക ഇടപാടുകളോ ഉണ്ടോ എന്നതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അതാണ് ഈ ഡിവൈഎഫ്ഐ മുൻ മേഖലാ കമ്മിറ്റി അംഗത്തിലേക്ക് അന്വേഷണം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ സ്വർണം തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന 3 കാറുകൾ അത് ഇതല്ല എന്നും പോലീസ് തീർത്ത് പറയുന്നുണ്ട്. ഈ കാർ റോഷൻ ഉപയോഗിച്ച പശ്ചാത്തലത്തിൽ ഇവർ തമ്മിൽ എന്താണ് ബന്ധം എന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ 5 പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ശരി. തൃശൂരിലെ സ്വർണ്ണ കവർച്ചാ കേസിലെ മുഖ്യപ്രതി റോഷൻ വർഗീസും ഷാഹുൽ ഹമീദും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. വിവരങ്ങൾ നൽകിയത് സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന്.